ലെറ്റസ് ലേൺ ഈസിലി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ എടുക്കുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ ആദ്യ പാഠം ആയ തുല്യ ത്രികോണത്തിന്റെ 6ാം ഭാഗമാണ്. ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഈ ഭാഗം കാണാൻ ശ്രമിക്കുക. ഇതിനു മുമ്പുള്ള ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്താണ്? അതിന്റെ തുടർ ഭാഗമാണ് ഇത്. അപ്പോൾ എന്താണ്? അതായത് ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ, അതായത് ഒരു വശവും രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ വശവും മൂന്നാമത്തെ കോണും മറ്റ് രണ്ട് വശങ്ങളും തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. എന്താണ് ചോദ്യം? ആദ്യത്തെ ചോദ്യം എന്താണ്? നോക്കിക്കോളൂ. ആദ്യത്തെ ചോദ്യം: ചുവടെ ഉള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമായ വശങ്ങൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കുക. അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം. നോക്കിക്കോളൂ. അപ്പം ചിത്രം തന്നിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമുക്ക്. അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം എടുത്തെഴുതാം. ഓക്കെ. അതായത് ത്രികോണം ABC തന്നിട്ടുണ്ട്. ത്രികോണം ABC തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രികോണം PQR തന്നിട്ടുണ്ട്. അല്ലെ? ആദ്യം നമുക്ക് ത്രികോണം ABCയെ പരിഗണിച്ച് എഴുതാം. എന്താണ്? AB is equal to QR. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 സെന്റിമീറ്റർ. പിന്നെ എന്താണ്? കോൺ A ഏതിന് തുല്യമാണ്? കോൺ Rന് തുല്യമാണ്. അപ്പൊ കോൺ A is equal to കോൺ A is equal to കോൺ R. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഇനി ഏതാണ്? കോൺ B. കോൺ B is equal to കോൺ Q. ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചോദ്യത്തിലുള്ളത്. അപ്പൊ അതായത് ഓരോ ജോഡി വശങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ജോഡി വശം നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, അത് എടുത്തില്ല. ഏതാണ്? AB is equal to QR. AB is equal to QR. That is equal to 6 സെന്റിമീറ്റർ. അപ്പൊ ഇനി എന്താണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്? ഇനി നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് കോൺ A is equal to കോൺ R. കോൺ A is equal to കോൺ R. അപ്പോൾ കോൺ എയുടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഇതാ നോക്കുക. എതിർവശം കോൺ എയുടെ ഓപ്പോസിറ്റ് വരുന്നത് വെച്ചാൽ BC ആണ്. അപ്പൊ BC is equal to കോൺ ആറിന്റെ ഓപ്പോസിറ്റ് വരുന്നത് വെച്ചാൽ PQ ആണ്. PQ. അപ്പോൾ രണ്ടാമത്തെ വശം കിട്ടി. ഇനി മൂന്നാമത്തെ വശം. അപ്പോൾ ഏതാണ്? കോൺ B is equal to കോൺ Q. എത്രയാണ്? 70 ഡിഗ്രി. അല്ലെ? അപ്പൊ കോൺ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. കോൺ ബിയുടെ AC ആണ്. കോൺ ക്യൂയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് PR ആണ്. PR. അപ്പം 3 വശങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒന്ന് ക്രോഡീകരിച്ച് എഴുതുകയാണ്. ഓക്കെ, നമുക്കൊന്ന് ക്രോഡീകരിച്ച് എഴുതാം. അത് എങ്ങനെയാ വരിക? നോക്കിക്കോളൂ. AB is equal to QR. AB is equal to QR. അടുത്തത് ഇതാണ്. അടുത്തത് BC is equal to അല്ലേ? അടുത്തത് BC is equal to PQ. BC is equal to PQ. അടുത്ത ഏതാണ്? AC is equal to PR. AC is equal to PR. അപ്പം നമ്മൾ ഇതിന്റെ ആൻസർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ?
ഓക്കെ, അപ്പൊ അടുത്ത എന്താണ്? ഇതും അതേ ചോദ്യം തന്നെയാണ്. ഇവിടെ ഈ രണ്ട് ത്രികോണത്തിലെ ഓരോ ജോഡി വശങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എന്താണ്? ഈ LMN-ൽ LN 8 സെന്റിമീറ്റർ ആണ്, XYZ-ൽ XY 8 സെന്റിമീറ്റർ ആണ്. എന്നാൽ ഇതിന്റെ അഗ്രഭാഗത്ത് തന്നിരിക്കുന്ന കോണ് എന്താണ്? കോൺ L 30 ഡിഗ്രിയും ഇവിടെ കോൺ Y 30 ഡിഗ്രിയുമാണ്. കോൺ M 80 ഡിഗ്രിയും കോൺ X 70 ഡിഗ്രിയും. അപ്പോ ഇത് കാണാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ? അതായത് ഒരേ വശങ്ങളുടെ രണ്ടറ്റത്തുള്ള കോണുകളാണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലെ? ഈ 8 സെന്റിമീറ്ററിന്റെ രണ്ട് അറ്റത്തുള്ള കോണുകളാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് ഇവിടെ കോൺ വൈയും കോൺ എല്ലും മാത്രമേ ഉള്ളൂ. കോൺ എന്നും കോൺ ഇസഡും നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? അതായത് ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക, അല്ലെ, എത്ര നമുക്കറിയാം? 180 ആണ്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഈ ആൻസർ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കോൺ N ഈസിക്കൽ ടു 180. നമുക്ക് അറിയാം 180-ൽ നിന്ന് ഏതാണ് കുറയ്ക്കേണ്ടത്? കോൺ എല്ലും കോൺ എമ്മും ആണ്. അത് നമ്മൾ നേരെ അതിന്റെ ഡിഗ്രി അളവ് എഴുതുകയാണ്. കോൺ എൽ എത്രയാണ്? 30 ഡിഗ്രി. കോൺ എൽ 30 ഡിഗ്രി. അതുപോലെ കോൺ എം എത്രയാണ്? 80 ഡിഗ്രി, അല്ലെ? അപ്പോൾ 80 ഡിഗ്രി. അപ്പോ ഇത് രണ്ട് കൂട്ടുക. ഏതാണ്? 30ഉം 80ഉം കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ എത്ര വരും? 110 ആണ്. അപ്പൊ 180-ൽ നിന്ന് 110 കുറയ്ക്കാം. 180-ൽ നിന്ന് 110 കുറയ്ക്കാം. എത്രയാണ് ആൻസർ? 70. അപ്പം കോൺ N എന്ന് പറയുന്നത് ഏതായി? 70 ഡിഗ്രിയായി. 70 ഡിഗ്രിയായി. അപ്പൊ നമുക്ക് കോൺ N കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോൺ N കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു. എന്തായിരുന്നു? തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതണമായിരുന്നു. ഓക്കെ, അത് സാരമില്ല, നമുക്ക് ഇനിയാണെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ അത് എഴുതുകയാണ്. ഏതാണ്? LN is equal to XY that is equal to 8 സെന്റിമീറ്റർ. പിന്നെ എന്താണ് നമുക്ക് കോമൺ ആയിട്ടുള്ളത്? കോൺ L that is equal to കോൺ Y that is equal to 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ പിന്നീടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പിന്നീട് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നു. അന്നേരം നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നുണ്ട്. ആൻസർ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി എന്താണ് നമ്മൾ ചെയ്യുക? അപ്പൊ ഇനി നമുക്ക് 3 വശങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം തുല്യമായ ഒരു വശം നമുക്ക് എഴുതാം. ഏതാണ്? LN is equal to XY. LN is equal to XY. That is equal to 8 സെന്റിമീറ്റർ. ഒരു സൈഡ് നമ്മൾ കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ സൈഡ് കിട്ടാൻ വേണ്ടി നോക്കുന്നു. ഏതാണ്? രണ്ടാമത്തെ സൈഡ് കിട്ടാനായിട്ട് നമുക്ക് കോൺ L is equal to കോൺ Y വെച്ച് നോക്കാം. കോൺ L is equal to കോൺ Y that is equal to 30 ഡിഗ്രിയാണ്. അപ്പൊ കോൺ എല്ലിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? MN. കോൺ എല്ലിന്റെ ഓപ്പോസിറ്റ് സൈഡ് MN. MN is equal to കോൺ വൈയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? XZ ആണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സൈഡ് കിട്ടി. അപ്പൊ ഇനി അടുത്ത് നമ്മൾ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ നോക്കിയായിരുന്നു കോൺ N is equal to 70 ആണ്. അതുപോലെ തന്നെ
എക്സ് വൈ ഇസഡിനകത്ത് ഇസഡ് എത്ര ആയിരിക്കും? ഇസഡ് എന്ന് പറയുന്നത് 80 ആയിരിക്കും അല്ലെ? ഇസഡ് എന്ന് പറയുന്നത് 80 ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ ഇപ്പറേ തന്നെ ആദ്യത്തെ ത്രികോണം LMN നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് അതായത് 180 നിന്ന് ഇത് 2 കോണുകൾ കുറച്ചാൽ മതി അല്ലെ? അത് നമ്മൾ റൂട്ട് എഴുതി പോകേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അങ്ങ് മെൻഷൻ ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഇതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം. ഓക്കെ ആണത്, അത് ക്ലിയർ ആണ് അല്ലെ? അപ്പൊ അത് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? കോൺ N ഈസിക്കൽ ടു കോൺ ഇസഡ്. കോൺ N ഈസിക്കൽ ടു കോൺ ഇസഡ്. കോൺ ഇസഡ് എത്രയാണ്? 80 ഡിഗ്രി അല്ലെ? സോറി, കോൺ നമ്മള് കോൺ എത്രയായിരുന്നു? സോറി, 70 ഡിഗ്രി അല്ലെ? 70 ഡിഗ്രി. കോൺ N ഈസിക്കൽ ടു കോൺ X 70 ഡിഗ്രിയാണ്. ഓക്കെ, 70 ഡിഗ്രി. അപ്പം അതെത്രയാണ്? Nന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. Nന്റെ ഓപ്പോസിറ്റ് സൈഡ് LM ആണ്. LM. അതുപോലെ തന്നെ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് YZ ആണ്. YZ ആണ്. അപ്പൊ നമുക്ക് 3 സൈഡ് കിട്ടിയില്ലേ അല്ലെ? ക്ലിയർ ആയോ? നോക്കിയേ, 3 സൈഡ് കിട്ടിയോ നോക്കിയേ. നമുക്ക് ഒന്ന് ക്രോഡീകരിച്ച് എഴുതി നോക്കാം, അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഒന്ന് ക്രോഡീകരിച്ച് എഴുതാം, 3 സൈഡ് കിട്ടിയോ എന്ന് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ക്രോഡീകരിച്ച് എഴുതാണ്. ഏതാണ്? LM, സോറി, ആദ്യത്തെ ഏതായിരുന്നു? LN. LN ഈസിക്കൽ ടു XY. LN ഈസിക്കൽ ടു XY 8 സെന്റിമീറ്റർ. അടുത്ത ഏതായിരുന്നു? അടുത്തത് MN. MN ഈസിക്കൽ ടു XZ ആണ്. അടുത്ത ഏതായിരുന്നു? LM. LM ഈസിക്കൽ ടു YZ. ഈസിക്കൽ ടു YZ. അപ്പൊ 3 കിട്ടിയല്ലോ അല്ലെ? അപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ കാര്യങ്ങള്? അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചിത്രത്തിൽ AB എന്ന വരയുടെ രണ്ടറ്റത്തും സമാന്തരവും തുല്യവുമായ 2 വരകൾ. നോക്കിയേ, ഏതാണ്? AB എന്ന രണ്ടറ്റത്തും അല്ലെ? AB എന്ന രണ്ടറ്റത്തും സമാന്തരമായ തുല്യമായ 2 വരകളുണ്ട്. അതേതാണ്? നോക്കിയേ, APയും BQയും വരച്ചിട്ടുണ്ട്. AQ AB ഇവ മുറിച്ചു കിടക്കുന്ന ഒരു ബിന്ദുവാണ് M. അപ്പൊ ത്രികോണം AMPയുടെ 3 വശങ്ങളും ത്രികോണം BMQന്റെ വശങ്ങൾക്ക് തുല്യമാണോ? എന്തുകൊണ്ട്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പം എന്താണ്? നോക്കിക്കോളൂ, എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? ആദ്യം AB എന്ന വരയുടെ രണ്ടറ്റത്ത് സമാന്തരവും തുല്യവുമായ 2 വരകളുണ്ടെന്ന് അല്ലെ? ഓക്കെ, നോക്കൂ. അതായത് AB എന്ന് പറഞ്ഞ ഈ ഒരു വരയുടെ രണ്ടറ്റത്തായിട്ട്, എയുടെ അറ്റത്ത് ബിയുടെ അറ്റത്ത് അല്ലെ? എയുടെ അറ്റത്തുനിന്നും ബിയുടെ അറ്റത്തുനിന്നും സമാന്തരമായ 2 വരകളുണ്ട്. അവ എന്ത് ചെയ്യുന്നു? ABയിലേക്കും PQയിലേക്കും ഉള്ളത് എമ്മിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നു, മധ്യബിന്ദുവാണ്. അപ്പോൾ ഈ ത്രികോണവും തുല്യമാണോ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അളവുകളൊന്നും തന്നെ നമുക്ക് തന്നിട്ടില്ല. എങ്ങനെ കണ്ടെത്തും? അപ്പൊ ഇതൊരു സമാന്തരമാണെന്ന് നമ്മൾ തന്നിട്ടുണ്ട് അല്ലെ? അതായത് സമാന്തര രേഖകളെ ഒരു മൂന്നാമത്തെ രേഖ വന്ന് കണ്ണിക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു? ഒരു പ്രത്യേക ഒരു കോൺ ഉണ്ടാകുന്നുണ്ട് അല്ലെ? ഈ കോൺ എയും
ഈ കോൺ ബിക്കും ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ കോൺ പിനും കോൺ ക്യൂവിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇവ മറുകോണുകളാണ്. ഇവ മറുകോണുകളാണ്. അപ്പോൾ മറുകോണുകൾ തുല്യമായിരിക്കും. മറുകോണുകൾ തുല്യമായിരിക്കും. ഓക്കെ. പിന്നെ എന്താണ്? അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ കോണുകൾ തുല്യമാണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ എന്ത് 3 വശങ്ങൾ അതായത് കാണിക്കണം, അല്ലെങ്കിൽ 2 കോണുകൾ തുല്യമാണെന്ന് കാണിക്കണം. അപ്പോൾ ഇവിടെ കോൺ എം ഇല്ല. അവിടെ ഇത് നമുക്ക് കോൺ എം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കോൺ എ എം പിയും കോൺ ക്യു എം ബിയും ഇവയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്താണ് ഈ ബന്ധം എന്ന് പറയുന്നത്? ഇത് എതിർകോണുകളാണ്. ഇത് എതിർകോണുകളാണ്. അപ്പൊ ഈ എതിർകോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് സ്ഥാപിച്ചെടുത്തു? 3 വശങ്ങൾ തുല്യമാണെന്ന് സ്ഥാപിച്ചെടുത്തു. പിന്നെ അത് കൂടാതെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഇവിടെ സ്ഥാപിക്കുകയാണ്. എന്താണ്? ഇത് സമാന്തരവും തുല്യമാണ്. ഏതാണ്? എ പി. അപ്പം ഒരു വശം തുല്യമായി. കൂടാതെ എന്താണ്? ഇത് മധ്യബിന്ദു ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി? എ, അതായത് എ എം ഇസിക്കൽ ടു ബി എം ആണ്. അതുപോലെ തന്നെ ക്യു എം ഇസിക്കൽ ടു പി എം ആണ്. അങ്ങനെ ആകുമ്പോൾ എന്തായി? 3 വശങ്ങളും തുല്യമായി, 3 കോണുകളും തുല്യമായി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അത് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം. എന്താണ്? എ പി ഇസിക്കൽ ടു ബി ക്യു അല്ലെ? ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. എ പി ഇസിക്കൽ ടു ബി ക്യു. അവ തുല്യമാണെന്ന് തന്നിട്ടുണ്ട്, സമാന്തരവുമാണ്. ഓക്കെ. പിന്നെന്താണ്? അതുപോലെ തന്നെ മറ്റൊന്ന് ഏതാണ്? സമാന്തരങ്ങളായതുകൊണ്ട് തന്നെ കോണുകളെ കുറിച്ച് എഴുതാം. കോൺ എ ഇസിക്കൽ ടു കോൺ ബി. എന്താണ് കാരണം? അവിടെ നമ്മൾ കാരണം എഴുതണം. ഇത് മറുകോണാണ്. ഇംഗ്ലീഷുകാർക്ക് എന്താണ് പറയുക? ആൾട്ടർനേറ്റീവ് ആംഗിൾസ്. ഓക്കെ. അപ്പോൾ അത് ഷോർട്ടായിട്ട് എഴുതാം. എ ആൾട്ടർനേറ്റീവ് ആംഗിൾസ്. ആൾട്ടർനേറ്റീവ് ആംഗിൾ ആണിത്. അടുത്ത എന്താണ്? കോൺ പി ഇസിക്കൽ ടു കോൺ ക്യൂ. കോൺ പി ഇസിക്കൽ ടു കോൺ ക്യൂ ആണ്. അതിന്റെ കാരണം എന്താണ്? സെയിം പ്രൊസീജിയർ, ആൾട്ടർനേറ്റീവ് ആംഗിൾസ്, അല്ലെങ്കിൽ മറുകോണാണ് അത്, അല്ലേ? അത് മറുകോണാണ്. ഇനി എന്താണ്? കോൺ എ എം പി അല്ലെ? കോൺ എ എം പി ഇസിക്കൽ ടു കോൺ ക്യു എം ബി ഇസിക്കൽ ടു കോൺ ക്യു എം ബി. എന്താ കാരണം? എതിർ കോണുകളാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അല്ലെ? ഒ എ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇംഗ്ലീഷുകാർക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണത്. അപ്പൊ അത് കിട്ടി. ഇനി എന്താണ്? നമുക്ക് സൈഡുകൾ നോക്കിക്കഴിഞ്ഞാൽ എ എം, അതായത് എ എം ഇസിക്കൽ ടു ബി എം ആണ്. എ എം ഇസിക്കൽ ടു ബി എം ആണ്, അല്ലെ? അത് അതിന്റെ മധ്യബിന്ദു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എ എം ഇസിക്കൽ ടു ബി എം ആണ്. പിന്നെന്താണ്? പി എം ഇസിക്കൽ ടു ക്യു എം ആണ്. പി എം ഇസിക്കൽ ടു ക്യു എം ആണ്, അല്ലെ? അപ്പോൾ എന്തായി? നമ്മൾ ഇതിനെയൊന്ന്, അതായത് ആംഗിൾസിനെ, അതായത് എല്ലാം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സൈഡ്സിനെ നമ്മൾ കണ്ടു. അതൊന്നു സൈഡ്സ് എല്ലാം ഒന്നിച്ച് എഴുതുക. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ പാർട്ടിന്റെ നമ്മൾ തീർന്നിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് മറ്റു 2 പാർട്ടുകളോട് കൂടി ഈ ചോദ്യത്തിൽ വരുന്നുണ്ട്. അതെന്താണെന്ന് നോക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് എ ബി എന്ന വരയിൽ ബി എന്ന ബിന്ദുവിന്റെ സ്ഥാനത്തിന്റെ സവിശേഷത എന്താണ്? അത് നമ്മൾ കണ്ടു കഴിഞ്ഞു, അല്ലേ? ഇവിടെ നമ്മൾ അതെന്താണ് എന്ന് കണ്ടു കഴിഞ്ഞു. ഇത്, അല്ലേ? ഇതൊരു മധ്യബിന്ദു ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അത് അവിടെ ക്ലിയർഡ് ആണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. 5.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക.
ജ്യാമിതി പെട്ടിയിലെ ഒരു മട്ടം മാത്രം ഉപയോഗിച്ച് വരയുടെ മധ്യബിന്ദു കണ്ടുപിടിക്കുക. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? മട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജ്യാമിതി പെട്ടിയിലെ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ബോക്സിലെ ഏതാണ് സെറ്റ് സ്ക്വയറിന്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സെറ്റ് സ്ക്വയർ കൊണ്ട് എന്ത് 5.5 സെന്റിമീറ്റർ വരയ്ക്കുകയും ചെയ്യണം, അതിന്റെ മധ്യബിന്ദു കാണുകയും ചെയ്യണം. സാധ്യമായ കാര്യമാണോ? അതായത് നമ്മള് സെറ്റ് സ്ക്വയർ അല്ല ഇങ്ങനത്തെ സ്കെയിൽ ഉപയോഗിച്ചാൽ പോലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ്? ഈ 5.5ന്റെ പകുതി എന്ന് പറയുന്നത് എത്ര വരും? 2.75 വരും. ശരിയല്ലയോ? അപ്പൊ ഈ 2.75 നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റുമോ? വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഈ പഠിച്ച ഈ കണക്കിന്റെ സാഹചര്യത്തിൽ അതിന്റെ സഹായത്തോടു കൂടി നമുക്കത് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് മറ്റൊരു പേജിലേക്ക് നിങ്ങൾക്ക് വരച്ച് കാണിക്കുകയാണ്. ഈ പേജിൽ പ്ലെയിൻ ആണ്, ഈ പേജിൽ അതിന്റെ കണ്ടിന്യൂറ്റി ആണ്. അപ്പം എങ്ങനെയാണ് അത് വരയ്ക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സെറ്റ് സ്ക്വയർ എടുക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെറ്റ് സ്ക്വയർ എടുക്കുക. ഓക്കെ, സെറ്റ് സ്ക്വയർ എടുത്തിട്ട് എന്ത് ചെയ്യുക? അത് നോക്കിക്കോളൂ. സെറ്റ് സ്ക്വയർ എടുത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 5.5 സെന്റിമീറ്റർ വരയ്ക്കുന്നു അല്ലേ? 5.5 സെന്റിമീറ്റർ വരയ്ക്കുന്നു. അപ്പോൾ എവിടെ വരുന്നു? 5.5 സെന്റിമീറ്റർ ആയില്ലേ? ആയി. 5.5 സെന്റിമീറ്റർ ആയി. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അതായത് ഇതിന്റെ ഒരഗ്രം, ഓക്കെ, ഒരഗ്രം ഒരഗ്രത്തിൽ നിന്ന് നമ്മൾ കറക്റ്റ് സെറ്റ് സ്ക്വയർ ഒക്കെ ആകുമ്പോൾ കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു അളവ് നമ്മൾ എടുത്ത് വരയ്ക്കുക ഒരഗ്രത്തിൽ. ഇപ്പൊ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. അതായത് ഒരു നമുക്കൊരു 6 സെന്റിമീറ്റർ എന്ന് വരയ്ക്കാം. 6 സെന്റിമീറ്റർ വെച്ചു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് അതേ അളവില്, ഓക്കെ, അതേ അളവില് ഒട്ടും വ്യത്യാസപ്പെടുത്താതെ അതേ അളവില് നമ്മൾ ഇവിടെയും ഒരു 6 സെന്റിമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, ഒട്ടും വ്യത്യാസപ്പെടുത്താതെ ഇപ്പുറത്തെ അഗ്രഭാഗത്ത് നമ്മൾ ഒരു 6 സെന്റിമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, 6 സെന്റിമീറ്റർ വരയ്ക്കുന്നു. എത്രയാണ് വരയ്ക്കുക? 6 സെന്റിമീറ്റർ. ഓക്കെ, ഒരു 6 സെന്റിമീറ്റർ വരയ്ക്കണം. ഒരു 6 സെന്റിമീറ്റർ വരയ്ക്കുകയാണ്. ചില സമയത്ത് നമ്മുടെ സ്കെയിലും മറ്റുമൊക്കെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്.
അതാണ് ഇവിടെ പ്രശ്നം പറ്റുന്നത്. ഓക്കെ, കറക്റ്റ് ചെയ്ത് കാണിക്കാതെ കറക്റ്റായിട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ആറ് സെന്റിമീറ്റർ എടുക്കണം. ഓക്കെ, 6 സെന്റിമീറ്റർ കറക്റ്റ് എടുക്കണം. അത് എത്രയാണ്? 6 സെന്റിമീറ്റർ എടുത്തു. ഓക്കെ, ഇവിടെ നോക്കിയോളൂ. ഇനി എന്താണ്? ഇനി ഇതിന്റെ കറക്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ സെറ്റ് സ്ക്വയർ മാത്രം ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, മറ്റുള്ള സ്കെയിലോ ഒന്നും തന്നെ നമ്മളിവിടെ ഉപയോഗിക്കരുത്. നമ്മളിവിടെ സെറ്റ് സ്ക്വയർ മാത്രം ഉപയോഗിക്കുക. ഓക്കെ, സെറ്റ് സ്ക്വയർ മാത്രം ഇവിടെ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, സെറ്റ് സ്ക്വയർ മാത്രം ഉപയോഗിക്കുക. സെറ്റ് സ്ക്വയർ മാത്രം ഉപയോഗിച്ച് നമ്മൾ ഇവിടെ വരയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കാം ഇത് കറക്റ്റ് ആണോ എന്ന് ഇവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇതുണ്ട്. ഇനി നമുക്ക് സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്ത് ഇത് കറക്റ്റ് ആയിട്ട് വരുന്നിട്ടുണ്ടോ എന്ന് നോക്കണം, അല്ലേ? നോക്കിയേ, 2 എത്രയാണ്? 75 വരിക. അപ്പോ അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഒരു പേര് നൽകണം. ഓക്കെ, പേര് നൽകുന്ന കാര്യം മറക്കരുത്. അപ്പം എ എന്നെഴുതി ഒരഗ്രഹത്തിന് പേര് കൊടുക്കുക, എ. മറ്റൊന്നിന് ബി. ഓക്കെ, ഇവിടെ എ ബി കൊടുക്കുന്നു. ഓക്കെ, എ ബി കൊടുക്കുന്നു. ഇവിടെ മറ്റൊന്നിന് സി കൊടുക്കുന്നു. സി 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 കൊടുക്കുന്നു. തെറ്റിപ്പോയാണ് സി. ഓക്കെ, സി കൊടുക്കുന്നു. മറ്റൊന്നിന് നമ്മൾ ഡി കൊടുക്കുന്നു. മറ്റൊന്നിന് നമ്മൾ ഡി കൊടുക്കുന്നു. ഇനി നമുക്ക് മിഡ് പോയിന്റ് ആണ് ഉള്ളത്. മിഡ് പോയിന്റ് നമുക്ക് ഒ കൊടുക്കാം, അല്ലേ? ഒറിജിൻ അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്നുള്ള എം ആണെങ്കിലും കൊടുത്താൽ മതി, ഏതാണെങ്കിലും കറക്റ്റ് ആണ്. അപ്പോ എന്താണ്? ഇവിടെ നമുക്കൊരു കാര്യമുണ്ട്, ഇത് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അത് മെൻഷൻ ചെയ്യണം. 5 സെന്റിമീറ്റർ, 5.5 5.5 സെന്റിമീറ്റർ ആണത്. 5.5 സെന്റിമീറ്റർ ആണത്. ഓക്കെ, പിന്നെന്താണ്? 5.5 സെന്റിമീറ്റർ ആണത്. ഓക്കെ, ഇത് 5.5 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ മറ്റേതായിരുന്നു നമുക്ക് കിട്ടിയത്? നമ്മൾ എടുത്തത് 6 സെന്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, 6 സെന്റിമീറ്റർ ആയിരുന്നു നമ്മൾ അവിടെ എടുത്തത്. അപ്പോൾ അത് 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെ നമ്മൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമ്മളത് സോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളത് സോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇത് ഒരു അല്പം ലെങ്തി ആയിപ്പോയി. നമ്മൾ ഒരു പ്രോബ്ലം കൂടെ ഉൾപ്പെടുത്താമെന്നാണ് കണക്കൂട്ടിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. അടുത്ത കണക്ക് ഇച്ചിരൂടെ ലെങ്തി ആയിട്ടുള്ളതാണ്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.
ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളുടെ വീഡിയോസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ കൊച്ചു കൂട്ടുകാർക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഏവർക്കും നന്ദി.